ജേണലിൽ യൂസ് ചെയ്യാൻ പറ്റിയ 2 പോളറോയിഡും പിന്നെ കുഞ്ഞ് എൻവലപ്പും ഉണ്ടാക്കുന്നത്. അപ്പോൾ പോളറോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോണ്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ബോണ്ട് പേപ്പർ തന്നെ വേണമെന്നില്ല, A4 ചാർട്ടോ അതും വേണ്ട, ഒരു പേപ്പർ ആയാലും മതി. ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് നമ്മൾ ജേണലിൻ്റെ ഒക്കെ പേജ് കണ്ടിട്ടില്ലേ, ഒരു ലൈറ്റ് ക്രീമായിട്ട് മാഗസീനൊക്കെ യൂസ് ചെയ്യും, ആ പേപ്പറാണ്. എന്നിട്ടെന്താ ഒരു പോളറോയിഡ് സൈസിലൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ 5-6 മെഷർമെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ ഇതുപോലൊന്ന് ഹൈഡ് ചെയ്യാം. ജീംബും ഭാ ടണ്ടേ, കൊള്ളാം അല്ലേ? ഇനി ഇതിനൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ ആദ്യം സ്കൈ ബ്ലൂ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് പെയിൻറ്റ് യൂസ് ചെയ്ത് കളറ് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ ഞാനിത് ചെറുതായതുകൊണ്ട് തന്നെ പെയിൻറ്റ് കൊടുത്തുകൊണ്ട് കോളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ബ്രഷ് പെൻ തന്നെ യൂസാക്കി. ഒരു 2-3 പ്രാവശ്യം കളർ ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. പിന്നെ ലീഫിൻ്റെയും ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ 2 പോളറോയിഡിനും തുലിപ്പിന് പിങ്കും ലീഫിന് ഗ്രീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ഒരു ലുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുള്ളായിട്ടൊന്ന് ബോർഡർ എടുത്താൽ ഒന്നുകൂടി ഉഷാറാവുമെന്ന്. എന്താണെന്നറിയില്ല, ബോർഡറിന് കൊടുത്തില്ലെങ്കിൽ എൻ്റെ കണ്ണിനാണ് പിടിക്കില്ല. അപ്പോൾ അതാ ഞാൻ എല്ലാവരും ഒന്ന് ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബോർഡർ ചെയ്തതാണോ ബോർഡർ ചെയ്യാത്തതാണോ ഭംഗിയെന്ന് നിങ്ങൾക്ക് വിട്ടുതരാം കേട്ടോ. നെക്സ്റ്റ് ഒരു എൻവലപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. ഏകദേശം എല്ലാവർക്കും അറിയുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഒരു സ്ക്വയർ പീസ് എടുക്കുക, സെൻറ്റർ ഇട്ടാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡും സെൻറ്റർക്ക് ഫോൾഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഈ സൈഡ് ചെറിയൊരു ഫോൾഡ് ഇടുക, ഒരു 2 സെൻറ്റിമീറ്റർ അളവിൽ. എന്നിട്ട് ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. പിന്നെ മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ക്ലിയറായി പറയാത്തത് ഏകദേശം എല്ലാവർക്കും എൻവലപ്പ് ഉണ്ടാക്കാൻ അറിയുണ്ടാവും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി ചെയ്താൽ മതി. പിന്നെ ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് എറേസ് ചെയ്തിട്ടുണ്ട്. ഇനി കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്യുന്നതിന് മുമ്പ് ആ കുഞ്ഞ് തുലിപ്പൊന്ന് ഞാനൊന്ന് ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ എൻവലപ്പൊന്ന് ഗ്ലൂ ചെയ്യുക, പിന്നെ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അപ്പോൾ ഇതാണ് രമണ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇത് ജേണലിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് ബാക്ക് സൈഡ് ഞാൻ കളർ ചെയ്യണില്ല. പിന്നെ ഇതും എന്താണെന്നറിയില്ല, ആ ബോർഡർ ഡിലേറ്റ് എനിക്കണ്ട് വല്ലാണ്ട് സ്റ്റൈലേനും. അപ്പോൾ ഇതിനും ബോർഡർ ചെയ്തു. പിന്നെ ആ തുലിപ്പിനൊക്കെ ഞാൻ ഗ്ലിറ്ററിങ് പെൻ യൂസ് ചെയ്തിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെക്ക് വാഷി ടൈപ്പും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ജേണൽ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.